ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതി ഈ വിവേകിനെ ദ്രോഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പ്രകാരം നന്ദിനി പറഞ്ഞത് പ്രകാരമാണ് കേട്ടോ സൂര്യയുടെ അരികിൽ ചെന്ന് കള്ളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ. അങ്ങനെ അവിടെ ചെന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ സൂര്യയോട് നന്ദിനി പോയിരിക്കുന്നു, എൻ്റെ നന്ദിനി ഒരിക്കലും ഇട്ടേച്ച് പോവില്ല എന്ന് സൂര്യ പറയുന്നുണ്ട്. ആ സമയം പറയണ അവൾ പോയിരിക്കുന്നു, അവളിവിടെ ഇല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ആരതി, നീ എന്നോട് നുണ പറയരുത്, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു, എന്താ വരാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് മാരുതി കരഞ്ഞും കൊണ്ട് ഓടിപ്പോവാണ് കേട്ടോ. പിന്നീട് നന്ദിനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനിയോട് പറയാണ്, നന്ദിനി നീ സൂക്ഷിക്കണം, അവരുടെ ലക്ഷ്യം നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏട്ടനോട് നീ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയാണ്. എന്തായാലും അവർ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കും, ഒരിക്കലും നീ ഇറങ്ങിക്കൊടുക്കരുത്. എൻ്റെ ഏട്ടനെ എന്നും ആ റൂമിൽ തളച്ചിടാനൊന്നും പറ്റില്ല, 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഏട്ടൻ പുറത്തിറങ്ങും, അതോടുകൂടി പിന്നീട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് മാത്രമല്ല യതീന്ദ്രൻ സാറും വരും, അതുകൊണ്ട് നന്ദിനി നീ പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം എന്തായാലും ആരതീനിൻ്റെ ഭർത്താവ് ഇറങ്ങുമല്ലോ, വിവേക് ഇറങ്ങുമല്ലോ, അത് മതി എനിക്ക്, ബാക്കിയുള്ള കാര്യം ദൈവം എന്നെ കാത്തോളും എന്ന് പറഞ്ഞ് നന്ദിനി പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം ഇവരാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അമ്മേ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഏട്ടനെ ഒരിക്കലും നമുക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ ഒതുക്കാൻ പറ്റി സൂര്യയെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിജയ് പറയണേ, ശരിയാണ്, ഒതുക്കാൻ പറ്റി, എന്തായാലും അവനെ വിശ്വസിക്കേണ്ടവർ തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ വിശ്വസിച്ചിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിജയെ വെറുതെ വിടുക, വിവേകിനെ വെറുതെ വിടുക, അവനെ അവിടെ നിർത്തണ്ട, ഇനി വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വിടാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റി പറഞ്ഞത് പ്രകാരം സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ നിറവേറി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ എന്താണ് നീ ആൻറ്റി പറഞ്ഞത് പ്രകാരം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം പറയണേ, ആൻറ്റി പറഞ്ഞത് പ്രകാരം ആദ്യം ഞാൻ 10 ലക്ഷം രൂപ എടുത്തു അക്കൗണ്ടിൽ നിന്നും, പിന്നീട് ഞാൻ അവിടെ ബില്ലാണെന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു കവറിൽ വെച്ചു, ഫയലിൻ്റെ ഒരു കവറിൽ വെച്ചു, അത് വിവേകിനോട് ഞാൻ ആൻറ്റിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ ആൻറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ പോലീസ് പാതി വഴിയിൽ അവനെ ചെക്കിങ്ങിന് നിർത്തിയപ്പോൾ ഇതെന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ ബില്ലാണെന്ന് പറഞ്ഞു. ആ സമയം അവന് പണമാണെന്ന് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് തന്നെ പോലീസിന് സംശയമായി, അത് പൊട്ടിച്ചു പണമാണെന്ന് കണ്ടു, അതുകൊണ്ട് അതിൻ്റെ പേരിലും ആൻറ്റി കൊടുത്ത പരാതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ, എന്നാൽ ഇത്ര നല്ല അടിപൊളി ഐഡിയ, ഇത് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ അവർ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണേ, ഇനി അമ്മ അടുത്ത പ്ലാൻ എന്താ, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. അപ്പോൾ വേദ പറയണേ, എന്തായാലും ഇറക്കുന്നതിന് മുന്നേ അവളുടെ കൈപ്പുണ്യം നമ്മളൊന്ന് അറിയണ്ടേ, അത് ആവശ്യമാണ്. അവളുടെ കൈപ്പുണ്യം അപാരമാണ്, ആ രുചി ഇനി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ലല്ലോ. അപ്പോൾ മാടിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ ഇന്ന് ഫുൾ അവളെ കൊണ്ട് പണി എടുപ്പിച്ചതിന് ശേഷം നമുക്ക് അവളെ വിടാമെന്ന് പറയും കേട്ടോ. അപ്പോൾ രാജു പതിയെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരിക. അപ്പോൾ ഇവരുടെ സംസാരം രാജു കേൾക്കാണ്. അപ്പോൾ പത്മ പറയണത് ശരിയാണ്, നമുക്ക് മാടിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെ അവളെ കൊണ്ട് പണിയെടുപ്പിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഫുള്ളായി അവളെ കൊണ്ട് ഉണ്ടാക്കി വെപ്പിക്കാം, എന്നിട്ട് 2-3 ദിവസത്തിന് അതായല്ലോ എന്നതിന് ശേഷം അവളെ ഇവിടെ നിന്ന് വിടാം. അവളുടെ നാട്ടിലോട്ടാണോ പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണ, ഒരിക്കലും ഞാൻ നാട്ടിലോട്ട് പറഞ്ഞു വിടില്ല, കാരണം അവളെ നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അവളെ സൂര്യ തിരക്കി പോകും. അപ്പോൾ ഈ സൂര്യ അവളെ അവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും, പിന്നീട് ഉണ്ടായ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തും, അതോടുകൂടി ഇതിനൊരു തീരുമാനമാവും. അപ്പോൾ അവളെ ഞാൻ നാട് കടത്താനാണ് എൻ്റെ തീരുമാനം, ഈ നാട്ടിലൊന്നും അവളെ നിർത്തത്തില്ല, അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടും. അപ്പോൾ വേദ പറയണത്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവളുടെ മുടിയൊക്കെ അങ്ങ് മൊട്ടയടിച്ച് അവളെ മൊട്ടയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവിടാം. അപ്പോൾ പിന്നീട് ആർക്കും അവളെ മനസ്സിലാവില്ലല്ലോ. അഥവാ ഇനി സൂര്യ എന്തെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ അവളെ ഫോട്ടോ എടുത്ത് വെച്ചാൽ പോലും അവളെ മനസ്സിലാവാത്ത രൂപത്തിലാക്കാം. പത്മാരെ അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക, അവളെ നാട് കടത്തും, എന്തായാലും ആരും തിരഞ്ഞ് അവളെ ചെല്ലാത്തൊരു നാട്ടിലോട്ടായിരിക്കും ഞാൻ നാട് കടത്തുക എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതൊക്കെ രാജു കേൾക്കണം. എന്തൊരു ദുഷ്ട മനസ്സാണ് ഇവരുടെ. അപ്പോൾ ഇന്ദ്രജി പറയണേ, എന്തായാലും ആരതി ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി സൂര്യ അധികം തിരക്കില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിജയ് പറയണം, അത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല, സൂര്യ തിരക്കില്ലെന്ന് നമുക്ക് നോക്കാം, എന്തായാലും അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ അവൻ പോവും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയമാണ് കേട്ടോ ഇപ്പുറത്ത് രാജു ഇത് കേട്ടിട്ട് നന്ദിനിയുടെ അരികിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ നന്ദിനി ആണെങ്കിൽ ഒരു തരം മരവിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നന്ദിനി, നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോളെ, എന്തെന്ന് ചോദിക്കുകയാണ്. ആ സമയം പറയണേ, അതില്ലേ, ഇനി നീ ഇവിടെ നിൽക്കാൻ നിനക്ക് അവർ സമ്മതിക്കില്ല, അതിന് വേണ്ടിയാണ് വിവേകിനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതും അവനെ തല്ലിയതും ആരതിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതും, സൂര്യനോട് നീ ഇവിടെ നിന്നും നാടുവിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിനക്കുള്ള പദ്ധതികൾ അവിടെ
അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാം. അതുകൊണ്ട് എൻ്റെ മോള് എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം പറയാണ് ഒരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ദേവി, ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദേവി, എൻ്റെ താനൂരമ്മ ഒരിക്കലും എന്നെ കൈവിടില്ല മോളെ. ഞാനൊന്ന് പറയുന്നത് ഇല്ല, എൻ്റെ സൂര്യ സാറിനെ കണ്ടിട്ട് തന്നെ ഞാൻ ഇറങ്ങത്തുള്ളൂ. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഒരു തവണയെങ്കിലും എൻ്റെ സൂര്യ സാറിനെ ഞാൻ കാണും, അതെനിക്ക് ഉറപ്പാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സമയം വേദ വന്നിട്ട് പറയണേ, രാജു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയെ വേദ ഇവിടെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ പത്മ, വിജയ്, അതുപോലെ തന്നെ വേദ, ഇന്ദ്രജ ഒക്കെ ടേബിളിൽ ചുറ്റും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പത്മ പറയാണ്, അതെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് നല്ല വയറ് നിറയെ ഫുഡ് കഴിക്കണം. അപ്പോൾ വേദ പറയാണ്, ശരിയാണ്, ഞങ്ങൾക്ക് വയറ് നിറയെ ഫുഡ് കഴിക്കണം. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇന്ദ്രജ് പറയാണ്, എനിക്ക് നൂൽപുട്ടും തേങ്ങാപ്പാലും മതിയെന്ന് പറയാണ്. അത് കേൾക്കുന്ന വേദ ചോദിക്കണേ, എന്ത് ഭക്ഷണമാണ് നീ ഒരു ഇറച്ചി മീനൊക്കെയുള്ള അടിപൊളി ഭക്ഷണങ്ങൾ പറയൂ എന്ന് പറയാം കേട്ടോ. ഈ സമയം എനിക്കിത് മതി, എനിക്കിതാ കഴിക്കാൻ തോന്നിയത്, ഇനി അമ്മ പറ എന്ന് പറയണേ. അങ്ങനെ മമ്മി പറയുമെന്ന് പറയുമ്പോൾ പത്മയോട് പറയാൻ പറയും. അപ്പോൾ പത്മ പറയാണ്, എനിക്ക് നല്ല വറുത്ത പുട്ട് അത് വേണം, അതുപോലെ തന്നെ അതിൽ നല്ല വറുത്തരച്ച കടലക്കറിയും വേണമെന്ന് പറയണേ. അത് കേട്ട ഉടൻ തന്നെ ഈ രാത്രിയിൽ എങ്ങനെ കടലക്കറി ഉണ്ടാക്കാനാ, വറുത്തരച്ച കടലക്കറി എന്നൊക്കെ പറയാം, അത് അമ്മിക്കല്ലിലിട്ട് അരക്കണം, എനിക്കത് വേണം. അതോ മാഡം, അതെ നീയല്ല ഇവിടുത്തെ എന്താണ് വീട്ടുകാരൻ, ഞാനാണ് ഇവിടുത്തെ വീട്ടുകാരി, അപ്പോൾ അതുകൊണ്ട് നീ ഇവിടുത്തെ പണിക്കാരനാണ്. ഞങ്ങൾ പറഞ്ഞത് അർദ്ധരാത്രിയാണെന്നോ പകലെന്നോന്നും നീ നോക്കണ്ടേ, ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പോൾ രാജുവിൻ്റെ വായ അടഞ്ഞല്ലോ. അപ്പോൾ ഈ സമയം വേദ പിന്നീട് ചോദിക്കുകയാണ് വിജയോട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ വിജയ് പറയണേ, എനിക്ക് നല്ല മട്ടൻ കറിയും അതുപോലെ തന്നെ അതിലേക്ക് പറ്റിയ ഒറോട്ടിയും വേണമെന്ന് പറയണം. ഓ ആയിക്കോട്ടെ, എനിക്കുണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെ ചെവിയിലോട്ട് കേൾക്കുന്നുണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ് നന്ദിനിയോട്. അപ്പോൾ നന്ദിനി പറയണു ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഉടൻ തന്നെ അവിടെ പത്മ പറയണ, എനിക്കത് മാത്രമല്ല, നീ ഉണ്ടാക്കാറില്ല ഒരു കേസരി, അത് എനിക്ക് വേണമെന്ന് പറയണം കേട്ടോ, അതും കൂടി ഉണ്ടാക്കിക്കോളൂ, അത് എനിക്ക് നിർബന്ധമാണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്കും വേണമെന്ന് പറയണേ. പിന്നീടാണെങ്കിൽ വേദ പറയണേ, എൻ്റെ കാര്യം ഞാൻ പറയാം, ചിക്കൻ 65, ചിക്കൻ്റെ ബട്ടർ കറി ഒന്നും ഉണ്ടായിക്കോട്ടെ, ചപ്പാത്തിയും ആയിക്കോട്ടെ, പിന്നെ നിന്നെക്കൊണ്ട് പറ്റുന്ന കോളിഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നീ ഉണ്ടാക്കിക്കോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന വിഭവങ്ങളൊക്കെ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്നാൽ രാജു, ഈ പറയുന്ന സാധനങ്ങളെല്ലാം മട്ടനും ചിക്കനും മീനൊക്കെ പോയി മേടിച്ച് കൊണ്ടുപോവാ. ഓ ശരി, ആയിക്കോട്ടെ എന്ന് പറയണേ. അങ്ങനെ രാജു പോവാണ് കേട്ടോ. പിന്നീട് രാജു അതൊക്കെ വാങ്ങി കൊണ്ടുവരുന്ന ആ ഒരു ടൈമാണ്. രാജു പറയണേ, മോളെ ഇത് നിനക്കിട്ട് പണിയാനാണ്, പോകുന്നതിന് മുന്നേ നിന്നെ എല്ല് മുറിയെ പണിയെടുപ്പിച്ച് അവരിവിടെ നിന്ന് വിടാനാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറയണേ. അപ്പോൾ നന്ദിനി പറയണത് സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദിനി അവർക്കുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നീട് പെട്ടെന്ന് വിജയ് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇതാ നിൻ്റെ എല്ലാ സാധനങ്ങളും, നിൻ്റെ ബാഗും സാധനങ്ങളും ഇതാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സമയം നന്ദിനി ആ ബാഗ് ഇങ്ങനെ തുറക്കുമ്പോൾ തൻ്റെ താനൂരമ്മയുടെ ഫോട്ടോ കാണും. അത് കണ്ട ഉടനെ തനിക്കെല്ലാം കയ്യിൽ കിട്ടിയതുപോലെ തോന്നാണ്. പിന്നീട് അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ചെറുനാരങ്ങ ഇരിക്കുന്നത് കാണട്ടോ. അത് കാണുന്നതിനോടുകൂടി പൂജാമുറിയിലോട്ട് ഈ ഫോട്ടോയുമായി നന്ദിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് പൂജാമുറിയിൽ ഫോട്ടോ വെച്ചതിന് ശേഷം അവിടെ ഒരു വാൾ ഇരിപ്പുണ്ടാവും കേട്ടോ. അതായത് ദേവിയുടെ ആ ഒരു വാളും കാര്യങ്ങൾ തന്നെയാണ്. അത് എടുക്കുകയാണ്. അതിൻ്റെ ആ വാളിൽ മുനയിൽ ഈ നാരങ്ങ അങ്ങ് വെക്കുകയാണ്. എന്നതിന് ശേഷം പൂജിച്ചതിന് ശേഷം നന്ദിനി പൂജാമുറിയിലെ കവാടത്തിൽ, അതായത് ആ വാതിൽപ്പടിക്കൽ അങ്ങ് ഇരിക്കുകയാണ്, ചന്ദനപ്പടി ഇട്ടിരിക്കുകയാണ്. പിന്നീട് ദേവി, നീയല്ലാതെ എനിക്ക് ആരുമില്ല, എൻ്റെ സൂര്യ സാറിനെ ഒരു നോക്ക് എനിക്ക് കാണണം, അതിനുള്ളൊരു വഴി എനിക്ക് തരണമെന്ന് പറയണം. അപ്പോൾ ഈ സമയം കാണാം സൂര്യ, നന്ദിനി നീ ഒരിക്കലും പോവില്ല, എനിക്ക് എൻ്റെ ഡാഡിയെ കാണണം, നന്ദിനി എന്നെ വിട്ടു പോവില്ല, ഡാഡി എവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോഴേക്കും പത്മയും ഇന്ദ്രജ വേദയ്ക്ക് ഓടിച്ചെല്ലാണ്. എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കണേ. ആ സമയം പറയണേ, എൻ്റെ ഡാഡി എവിടെ? അപ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കണം. എന്നോടല്ലടാ പറഞ്ഞത്, ഡാഡി ഒരു കോൺഫറൻസിന് പോയിക്കാണെന്ന്. ആ സമയം നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ? എന്താ 24 മണിക്കൂർ 4 ദിവസവും എൻ്റെ ഡാഡിക്ക് ഇത് തന്നെയാണ് പണി, എൻ്റെ ഡാഡിയെ എനിക്ക് വിളിക്കണം, ഭാര്യ ഫോണ് കാട്ടെന്ന് പറയണം. ഈ സമയം പറയണേ, നിനക്കൊന്ന് പറഞ്ഞാൽ കേട്ടൂടെ? നിന്നോട് ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞു, ഈ പറയുന്ന നിൻ്റെ ഭാര്യ, അതായത് നന്ദിനി എന്ന് പറയുന്നവൾ ഈ നാട് വിട്ടു പോയിട്ടുണ്ടെന്ന് എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ ചെയ്തത്? ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. നിൻ്റെ കൂടപ്പിറപ്പിനോട് നിനക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ലല്ലോ. എന്നാൽ നീ എന്താ ചെയ്തത്? നിൻ്റെ കൂടപ്പിറപ്പിൻ്റെ വാക്കുകൾ കേൾക്കാതെ നീ വീണ്ടും ഇത് ചെയ്തപ്പോൾ അവൾ വിട്ടുപോയത് ഇപ്പോൾ ആരതി പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ല. അതുപോലെ ഡാഡിയുടെ കാര്യം അങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കേട്ടോട് തന്നെ
നിങ്ങൾ എന്ത് കള്ളം എന്നോട് പറഞ്ഞാലും എൻ്റെ നന്ദിനി ഈ വീട് വിട്ടു പോവില്ല. നിങ്ങളെപ്പോലെ നന്ദിയില്ലാത്തവളല്ല നന്ദിനി. നന്ദിനി നന്മയുള്ളവളാണ്. വീണോടുത്ത് കിടന്ന് കുത്തിയാലും അവൾ പോവാത്തൊരെണ്ണമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെപ്പോലെ നന്ദിയില്ലാത്ത കൂട്ടങ്ങളല്ല എന്ന് പറയട്ടോ. ആ സമയം പത്മക്ക് ദേഷ്യം പിടിക്കണം. ഇവന് ഭക്ഷണം കൊടുത്തിട്ട് ഇവനെ മരുന്നും കൊടുത്ത് ഉറക്കാൻ നോക്കിയെന്ന് പറയണേ. ആ സമയം ഭക്ഷണവുമായിട്ട് പെട്ടെന്ന് വിജയ് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ വിജയ് ഭക്ഷണം അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എങ്കിലും കൂടി ഇന്ദ്രജയും കൂടി ഭക്ഷണം അങ്ങ് അടുത്തോട്ട് കൊണ്ടുപോകും ചെല്ലുമ്പോഴേക്കും അവിടെ അങ്ങ് തട്ടണ്. ഒരൊറ്റ തട്ടങ്ങ് തട്ടു കേട്ടോ. ആ തട്ടുന്നതിനോട് കൂടിയിട്ട് ഇവർക്കെല്ലാവർക്കും പേടിയാവുന്നു. എന്നിട്ട് പറയണം മര്യാദയ്ക്ക് എൻ്റെ നന്ദിനിയെ വിളിക്ക്. അപ്പോഴേക്കും സൂര്യയുടെ കാലിലിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയുന്നുണ്ട് എടാ നിൻ്റെ കാല് ഇളക്കല്ലേ. അപ്പോൾ പത്മ പറയണേ നിൻ്റെ കാല് ഇളക്കുമ്പോൾ നിൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. എൻ്റെ കാലല്ല, എനിക്കെൻ്റെ നന്ദിനി ഈ സമയം ഈ നിമിഷമൊക്കെ എനിക്കിപ്പോൾ കാണണം. അപ്പോഴേക്കും ഇവർ ഭക്ഷണം തട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ പത്മ പറയണേ നിനക്കെന്താ തലക്ക് ഭ്രാന്തുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിൽ നിന്നെ വിശ്വസ്തയായ ഒരുത്തി ഇവിടെ കാണാൻ വന്നിരുന്നല്ലോ, അവൾ പറഞ്ഞില്ലേ എന്നൊക്കെ പറയണം. ആ സമയവും എന്ത് പറഞ്ഞാലും സൂര്യ പറയില്ല എന്ന് പറയണം. ആ സമയമാണ് കേട്ടോ സൂര്യയുടെ കണ്ണിലൊരു കാഴ്ച കാണുന്നത്. തൻ്റെ കാലിനടിയിൽ കാണാൻ ഫുഡ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പത്മ പറയണേ മര്യാദക്ക് ഫുഡ് കഴിക്കടാ, എന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കോ, കാല് സുഖപ്പെടുത്താൻ നോക്കിക്കോ എന്ന് പറയണേ. അപ്പോൾ ഈ ഫുഡിലോട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ താൻ കാണണം ആ കേസരി, നന്ദിനി ഉണ്ടാക്കുന്ന ആ കേസരി കേട്ടോ, അതൊരു ബൗളിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ പതിയെ ആ ഫുഡ് എത്തിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രജ പറയണേ ഇപ്പം മമ്മി പറഞ്ഞതിൽ കാര്യം ഉണ്ടായില്ലേ, ഭക്ഷണം വേണമെന്ന് തോന്നിയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം എത്തിച്ച് വലിച്ചിട്ട് അയ്യോ ഇത് എൻ്റെ നന്ദിനി ഉണ്ടാക്കിയ കേസരിയാണല്ലോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ ഇന്ദ്രജ പറയണേ ഇവരൊക്കെ ആകെ ഭയപ്പെടുകയാണ്. അയ്യോ നന്ദിനിയുടെ കേസരിയാണെന്ന് ഇവനെ എത്ര പെട്ടെന്ന് മനസ്സിലായി. ഇത് നന്ദിനി ഉണ്ടാക്കിയ കേസരിയാണ്, ഇത് നന്ദിനി ഉണ്ടാക്കിയതാണ്. അത് കേട്ടോടെ തന്നെ ഇന്ദ്രജ പറയണേ ഇവിടെ രാജു ആണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും ഇത് രാജു അല്ല, രാജുവിന് എങ്ങനെ ഒരു കേസരി ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് നന്ദിനിയാണ്. അപ്പോൾ മണത്ത് നോക്കണം, ഇത് നന്ദിനിയുടെ ആ ഒരു ഭക്ഷണമാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ പറയണേ അല്ല ഇത് രാജുവാണ്, നീയല്ലേ പറഞ്ഞത് രാജു ഇവിടെ ഇല്ലയെന്ന്, ആരുടെ മരിച്ച വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, അത് എപ്പോഴും അവന് പോവില്ല, വന്നിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. ഈ സമയം അത് ടേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് പറയണേ ഇതെൻ്റെ നന്ദിനി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബീർ കുപ്പികൾ ഇവരുടെ മേലോട്ട് അങ്ങ് എറിയാണ്, കള്ളൻകുപ്പികൾ ഫുള്ള് എടുത്ത് എറിയാണ്. ആ സമയം വിജയ് ഓടുകയാണ്, പത്മ ഓടുകയാണ്, ഇന്ദ്രജി ഓടുകയാണ്. എന്നാൽ ഈ സമയം താഴെയാണെങ്കിലോ നന്ദിനി ഈ വാള് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ തന്നെയാണ് കേട്ടോ സംഭവിക്കാൻ പോകുന്നത്.